ജ്വല്ലറി ബോക്സ് മാത്രം 7 കിലോ, ഡ്രസ്സുകള് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തത് 3.5 കിലോ. അത്രയും അധികം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങുന്നത്. എന്താണ് ഓൺലുക്ക്? ഓ, ഷോപ്പിങ്ങിന് ഇവിടെ നിന്ന് വാങ്ങില്ല, നമ്മൾ പോകുന്നിടത്ത് ഫുൾ ഷോപ്പിംഗാ. ഇവിടെ കുഴപ്പമില്ല. ഒരിക്കലും മറക്കാത്ത ഓണമായിരിക്കും ഇത്. ഒരിക്കലും വിചാരിച്ചു ഓണത്തിന് സദ്യ കഴിക്കാൻ പറ്റുമെന്ന്. കിട്ടത്തുമില്ല. അങ്ങനെ ആഫ്റ്റർ 5 years നെക്സ്റ്റ് സ്റ്റോപ്പ് വി ആർ ഗോയിങ് ടു നമ്മുടെ ലഗേജിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും സ്വിറ്റ്സർലൻഡ് ഒക്കെയാണ്. അത്രയും ഉണ്ട്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. വെരി ഹാപ്പി ആൻഡ് ഓണത്തിൻ്റെ ദിവസമാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഹാപ്പി ഓണം. സോ നമ്മളങ്ങനെ ഒരു കുറേ കാലത്തിന് ശേഷം ഒരു പ്രോപ്പർ അടിപൊളി ട്രിപ്പിന് വേണ്ടി പോവാണ്, ഒരു ട്രാവൽ സീരീസ് ചെയ്യാനായിട്ട്. വേറൊരു കാര്യം, ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ OHF ട്രാവൽ OHFന് ഒരു ഹാപ്പി ഫാമിലി ഇത്രയും ഇഷ്ടപ്പെടാനുള്ള കാരണം ഞങ്ങൾ ഈ ഒരു സ്റ്റേറ്റിൽ പോയി ചെയ്ത സീരീസാണ്. സോ വീണ്ടും അങ്ങോട്ട് പോവാണ്. ഇൻഫാക്ട് ദാറ്റ്സ് ഓൺലി സ്റ്റേറ്റ് വിച്ച് ഐ ഫീൽ ലൈക്ക് വിസിറ്റിംഗ് അഗെയിൻ ആൻഡ് അഗെയിൻ. സോ അങ്ങോട്ട് പോവാണ്. ഓൺലി തിങ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. എനിക്ക് താമസിച്ചതിലും അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പിൽ ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആണ് ഇത് ചെയ്യുന്നത്. കാരണം അത്രയും എന്താ പറയുന്നത്, ഒരു ലക്ഷറിയസ് ആയിട്ടും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ സ്റ്റേ ചെയ്യുന്നതും നിങ്ങളെ കാണിക്കുന്നതും എല്ലാം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ വെരി എക്സൈറ്റഡ് ബാക്കിയൊക്കെ എയർപോർട്ടിൽ പോയിട്ട്. കാരണം നമ്മൾ പോകുന്നത് നമ്മുടെ ഫേവറേറ്റ്, കേരളം കഴിഞ്ഞിട്ടുള്ള ഫേവറേറ്റ് സ്റ്റേറ്റിലേക്കാണ്. OHF ആക്കിയ സ്റ്റേറ്റ് ആണ്. പക്ഷെ വേറൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. ട്രാവൽ വിത്ത് OHF നമ്മൾ ഈ ഒരു സ്റ്റേറ്റിലേക്ക് നടത്തുന്നുണ്ട്. OHF ആക്കിയത് കൊണ്ട് നമ്മൾ ട്രാവൽ വിത്ത് OHF ഈ ഒരു സ്റ്റേറ്റിലേക്ക് എവിടേക്കാ പോകുന്നതെന്നുള്ളത് ഈ ഫുൾ സീരീസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയായിരിക്കും നമ്മുടെ ട്രാവൽ വിത്ത് OHF എന്നുള്ളത്. മറ്റേ മിസ്ലീഡിങ് ടാക്ടിക്. അപ്പൊ അത് എല്ലാവർക്കും ഹാപ്പി ഓണം. ആൻഡ് ഈ ഓണം എല്ലാവർക്കും വളരെ 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 ഗംഭീരമാവട്ടെ. തുടങ്ങാലോ. പ്രിയയുടെ ജ്വല്ലറി ബോക്സ് മാത്രം 7 കിലോ, ഡ്രസ്സുകള് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തത് 3.5 കിലോ. അത്രയും അധികം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങുന്നത്. ആദ്യമായിട്ടാണ് ഈ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ഇത്രയും അധികം തിരക്ക് കാണുന്നത്. ഒരു തിരക്കാന്ന് നോക്ക്. എനിക്കൊന്ന് ഈ മലയാളീസ് അല്ല, നോൺ മലയാളീസ് എല്ലാരും നാട്ടിൽ പോകുന്ന എന്തൊരു റഷ് അല്ലേ. ഇത്രയും റഷ് ഇതുവരെ കണ്ടിട്ടില്ല. കറക്റ്റ് ഓണ ദിവസത്തിന്. ഏതോ ഇറിറ്റേറ്റഡ് ആയിട്ടാ ഞാൻ പറഞ്ഞിരിക്കും. ഞാൻ ഭയങ്കര ബിസിനസ് ക്ലാസ്സിലൊക്കെയാണ്, അതുകൊണ്ട് എനിക്ക് ഡിജി യാത്രയുണ്ട്. അവരറിയില്ലല്ലോ ഡിജി യാത്ര, അതുകൊണ്ട് അവര് മറ്റേക്ക് പോയി ഞാനിതില്. എന്താണ് ഓൺലുക്ക്? ഓ, ഷോപ്പിങ്ങിന് ഇവിടെ നിന്ന് വാങ്ങില്ല, നമ്മൾ പോകുന്നിടത്ത് ഫുൾ ഷോപ്പിംഗാ. ഇവിടെ കുഴപ്പമില്ല. ഏതൊരു പേടി, ഏതെങ്കിലും കടയിൽ കയറിയാൽ പിന്നെ ഇറങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാലോ അമ്മയുടെ സ്വഭാവം. 11 മണിയായിട്ടുള്ളൂ. 20 മിനിറ്റ്സേ ഉള്ളൂ കഴിക്കാൻ. പക്ഷേ സദ്യ പോലെയാണ്. ഇന്ന് ഓണം ആയതുകൊണ്ടായിരിക്കും. ഈ ചിക്കനുണ്ട്, പക്ഷെ അതല്ലാതെ അവിയൽ, ഓലൻ, ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത്. കൂട്ടുകറി, അതേപോലെ സദ്യ. ഇവിടെ കാളൻ, എലിശ്ശേരി, പരിപ്പ് കറി, ചോറ്. ഉച്ചയായിട്ടില്ല, പക്ഷെ ഓണത്തിന് സദ്യ കഴിക്കാൻ പറ്റുന്നില്ല. ഭാഗ്യമല്ലേ. ഒരിക്കലും മറക്കാത്ത ഓണമായിരിക്കും ഇത്. ഒരിക്കലും വിചാരിച്ചു ഓണത്തിന് സദ്യ കഴിക്കാൻ പറ്റുമെന്ന്. കിട്ടത്തുമില്ല. നമുക്ക് ബീട്രൂട്ട് പച്ചടി വരെ ഉണ്ട്, പഴം, കൂട്ടുകറി, മറ്റേ ഇഞ്ചിക്കറി. എയർപോർട്ട് അത് സമ്മതിക്കണം അല്ലേ, ഓണത്തിന് ഇങ്ങനെ ലൗഞ്ചിൽ കൊടുക്കുന്നത്. എന്ത് കൂട്ടം പായസമാണ് എന്ന് ആലോചിച്ച് നോക്കും. ഒരിക്കലും ലൈഫിൽ വിചാരിച്ചല്ല. നമ്മൾ മറ്റേ എന്താ എമിറേറ്റ്സിലൊക്കെ സദ്യ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ എയർപോർട്ടിന്റെ ഒരു വ്യൂവും കണ്ടുകൊണ്ട് അതുപോലെ തന്നെ സദ്യയും കഴിച്ച് 2 കൂട്ടം പായസം. ഫ്രേക്ക് അട മാത്രമേ എടുത്തുള്ളൂ. നല്ല സദ്യയും അതിൻ്റെ കൂടെ ചിക്കൻ കറി. ഒരു സംഭവം. ഇനി ഫ്ലൈറ്റിൽ കയറി ഉറങ്ങുക, 1 മണിക്കൂറിൽ അടുത്ത ബാംഗ്ലൂർ എത്തും. അവിടുത്തെ ലോഞ്ചിൽ കയറി അടുത്ത ഫുഡ് കഴിക്കുക. ഫുള്ളാണ്. ഞങ്ങൾക്ക് ഏറ്റവും ബാക്കിലാണ് സീറ്റ് ഇട്ടിരിക്കുന്നത്. ബാംഗ്ലൂർ ഇറങ്ങുമ്പോഴേക്ക് ലേറ്റ് ആവും. എന്തായാലും ഒരു 45 മിനിറ്റ്സേ ഉള്ളൂ.
ഹോപ്പ്ഫുള്ളി വലിയ കുലുക്കമൊന്നും കാണില്ല എന്ന് വിചാരിക്കുന്നു. നല്ല മഴയുണ്ടായിരുന്നു രാവിലെ. ഉറങ്ങി എഴുന്നേറ്റ് സ്ഥലം എത്താറായി. ബാംഗ്ലൂരാണ് ബസ് സ്റ്റോപ്പ്. ഇതൊരു 3 ഭാഗത്തുകാരുണ്ട്. ഞാൻ ഉറങ്ങി. ഞാൻ പിന്നെ ഇങ്ങനെയാണല്ലോ ഫ്ലൈറ്റിൽ കയറി ഉറങ്ങുന്നത്. ഏതുവാണെങ്കിൽ ഉറങ്ങാതിരുന്ന് സിനിമ കാണും. അപ്പോൾ നൈറ്റ് ഇൻഡിഗോ ഉണ്ടല്ലോ, ഒന്നുമില്ല. നത്തിങ് ഫാൻസി, നത്തിങ് ഗ്രേറ്റ്. എന്താ എനിക്കിതുവരെ ഇൻഡിഗോന്ന് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ വൺസ് അഗെയിൻ ഹായ് ഗായ്സ്, ബാംഗ്ലൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇതൊരു പെർഫെക്റ്റ് കണക്ഷനാണ്. കാരണം ഇവിടെ ആക്ച്വലി എനിക്കൊന്ന് ഇപ്പം 1:45 ലാൻഡ് ചെയ്തു. ഇവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റ് 4 മണിക്കാണ്. സോ കറക്റ്റ് ഒരു ലഞ്ച് ബ്രേക്കിന് പറ്റിയ സ്ഥലം. ഇവിടെയും പോയി ലോഞ്ചിലൊന്ന് കയറാം. 2 ലോഞ്ചിൽ കയറാൻ പറ്റി. നമുക്ക് എൻ്റെ കയ്യിലുള്ള കാർഡ് അൺലിമിറ്റഡ് ആണ്. ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് ഒക്കെ എത്ര കയറിയാലും ലൈക്ക് 365 ഡേയ്സ് പോയി 365 ഡേയ്സ് കയറിയാലും ഫ്രീ ആണ്. അങ്ങനത്തെ ഒരു കാർഡ് എൻ്റെ കയ്യിലിരിക്കുന്നത്. സോ നമുക്ക് എവിടെ പോയാലും നല്ല നല്ല ഫുഡും കിട്ടും, നല്ല നല്ല റിലാക്സ് ചെയ്യാൻ കിട്ടും. ഉള്ളി തിങ് ആ എയർപോർട്ടിൽ അത്രയും ടൈം വേണം. അപ്പോൾ നേരെ ലൗഞ്ചിലേക്ക്. എന്നാലും എങ്ങോട്ടായിരിക്കും എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. വേദു ബായ്. ഞാൻ VIP കൂടെയാണേ പോകുന്നത്. വേദു സാധാരണ കേറ്റില്ല കേട്ടാ. അവന് വേഗം ഡിജി യാത്ര എടുത്തോ. പോ പോലീസ് നോക്കുന്നു. പോ അമ്മ പോകുന്നു. പോ. എയർപോർട്ടിൽ നിന്ന് ബാംഗ്ലൂർ എയർപോർട്ട് വന്നപ്പോൾ എന്തൊരു വ്യത്യാസം ഉണ്ടോ. ദിസ് ഇസ് ലൈക്ക് സോ ഒരു ഇൻ്റർനാഷണൽ ലെവലത്തെ രീതിയിലുള്ള എയർപോർട്ടാണ്. ബട്ട് ഐ ലൈക്ക് കൊച്ചി എയർപോർട്ട്. കാരണം എളുപ്പമാണ് എല്ലാം ചെയ്യാനായിട്ട്, വേണ്ട എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടുന്ന് അത്രയധികം ഫ്ലൈറ്റ്സ് ഉണ്ടല്ലോ. നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഇല്ലാത്ത വലിയൊരു പ്രശ്നം ഗോവയിലേക്ക് ഇല്ലയെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മിക്ക സ്ഥലത്തേക്ക് ഇപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുക കൊച്ചി എന്നുള്ളത്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഫുഡ് കോർട്ട്സും ഒക്കെ ഉണ്ട്. ചോക്കോബേ ബാ കഴിക്കാം. 11 മണിക്ക് സദ്യ കഴിച്ച പ്രിയ. അതെ, ഒരു എയർപോർട്ടിലെ ലോഞ്ചിലെ ഫുഡ് ഓപ്ഷൻസ് ഇതെന്താ ഇത്, ചോക്ലേറ്റ് മിൽക്സും അതുപോലെ ഫ്രൂട്ടീസും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ആണ് ഇവിടെയും സീറ്റ് കിട്ടാൻ ഭയങ്കര പാടാ. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഇവിടെ കിട്ടി. ഇവിടെ പിന്നെ ബാർ വേറെ ഉണ്ട്, സ്ലീപ്പിംഗ് ഏരിയ വേറെ ഉണ്ട്, അങ്ങനെ കുറേ ഏരിയാസ് ഉണ്ട്. പിന്നെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോർത്ത് ഇന്ത്യൻ ആയിട്ട് കുറച്ച് സിംഗപ്പൂർ ചില്ലി ചിക്കൻ, നാന്, അത് പനീർ, പൊട്ടേറ്റോ, ദാല്, ചോറ്, പപ്പടം. ഇവിടെ ഓണം സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ, പക്ഷെ നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ആണ്. കൗണ്ടേഴ്സ് ഉണ്ട്. ഇവിടെ ഓണം സദ്യ കേട്ടാ. സോറി, ഇവിടെ ഓണത്തിൻ്റെ ഒരു ചെറിയത് കണ്ട, ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകറിയും സാമ്പാറും അവിയലും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. തായ് എന്തോ സ്പെഷ്യൽ ഡിഷസും ഉണ്ട്. ഭയങ്കര ഫുഡാണല്ലോ, 5 സ്റ്റാർ ഹോട്ടൽ പോലത്തെ മെനു ആണ്. വെറൈറ്റീസ് ഓഫ് ദോശ ഇൻക്ലൂഡിങ് പൊടി ദോശ, അതല്ലാതെ സാലഡ് ഐറ്റംസ് ഉണ്ട്. ഇവിടെയൊക്കെ സെയിം സ്പ്രെഡ് 2 സ്ഥലത്തായിട്ട് സെയിം സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, സോ ദാറ്റ് എടുക്കാനൊക്കെ എളുപ്പമായതുകൊണ്ട്. പിന്നെ ഡിസേർട്ട് കൗണ്ടേഴ്സ് തന്നെ നോക്ക്, ഗുലാബ് ജാമുൻ, പായസം, പേസ്ട്രീസ്, വൈറ്റ് ഫോറസ്റ്റ്, ഫ്രൂട്ട്സ്, കോഫി, ടീ എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളി. എന്താണുള്ളതെന്ന് നേരം അറിയോ, കുറേ നാനും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഓണസദ്യ അതവർ പ്ലേറ്റ് ചെയ്താ തരുന്നത് ഇവിടെ. കഴിക്കണ്ടേ, വേദന കൊടുക്ക്. ഇതിപ്പോൾ ബാംഗ്ലൂരിലും എയർപോർട്ടിലും ഓണസദ്യ, പക്ഷെ എൻ്റെ അക്കമ്പനിയൻ്റ് ആയിട്ട് തായ് ചിക്കൻ പാറ്റീസ്. ഓ സംഭവമായിപ്പോയി. വരേക്ക് ഇവിടെ വന്ന് കഴിച്ചാൽ പോരായിരുന്നാ. സാധനങ്ങൾ കുറവാ. കറക്റ്റാ. ഞാൻ VIP കയറിപ്പോ. സീക്രട്ട് ഒന്നും ഇല്ല, ബിസിനസ് ക്ലാസ് ഒന്നും അല്ല. ഇല്ലാന്ന് എന്ത് പറയാൻ, ഒരു വിചാരവും ഇല്ല. എന്താടാ, ഓഫ് ഒന്നുമില്ല. നമ്മളെ നോർമൽ ക്ലാസ്സിലാ പോകുന്നത്. ദൂരം ജോയിൻസ്, ഇതൊക്കെ സ്റ്റാർബക്സ് ഒക്കെ നോക്കി ഇവിടുത്തെ. ഭയങ്കര രസമായിട്ടുള്ള എയർപോർട്ട്. എൻ്റെ ഒരു സജഷൻ എന്താ അറിയോ, ലോഞ്ചിലേക്ക് ഫ്രീ ആക്സസ് ഉണ്ടെങ്കിൽ ലോഞ്ചിൽ കയറാതിരിക്കുക. ഫുഡൊക്കെ നല്ല, ഇറ്റ്സ് വെരി ക്രൗഡഡ് ആൻഡ് ഇവിടെ അത്രയധികം നല്ല ഡൈനിങ് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഒന്നില്ലെങ്കിൽ നൂഡിൽ ബാറിലോ KFCയിലോ സ്മോറുണ്ട്, ഹോട്ട് ചോക്ലേറ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഹോട്ട് ചോക്ലേറ്റ്, സ്മോഴ്സോ
ഇരുന്ന് നല്ല തിരക്കില്ലാതെ സുഖമായിട്ട് 1, 2, 3 മണിക്കൂർ ഇരുന്ന് എൻജോയ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും. ഇത്രയും അധികം ഓപ്ഷൻസ് ഉള്ളപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് റിലാക്സ് ചെയ്ത് തിരക്കില്ലാതെ എൻജോയ് ചെയ്യാമല്ലോ. സോ മേ ബി നെക്സ്റ്റ് ടൈം അതായിരിക്കും ബെറ്റർ. പക്ഷേ ഈ ഫ്രീ ആക്സസ് കിട്ടുമ്പോൾ നമുക്ക് എന്താ ഒരു ടെംപ്റ്റേഷനാണ് പോയി ഇരിക്കാനായിട്ട് ലോഞ്ചിൽ. അങ്ങനെ ആഫ്റ്റർ 5 years നെക്സ്റ്റ് സ്റ്റോപ്പ് വി ആർ ഗോയിങ് ടു നമ്മുടെ ലഗേജിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും സ്വിറ്റ്സർലൻഡ് ഒക്കെയാണ്. അത്രയും ഉണ്ട് 10 ദിവസത്തേക്ക്. ആ ജോഗിനങ്ങളുടെ വീട്ടിൽ ഓണം കൂടാൻ പോവാ. മോന് നാച്ചോസ്, അമ്മയ്ക്ക് കാഷ്യൂ. ഓ ഓ എടാ ഡൊറീറ്റോസ്. അങ്ങോട്ടെ നമ്മൾ എന്തെങ്കിലും 2 സ്നാക്ക്, ഒരു നാച്ചോസും വാങ്ങി കാഷ്യൂ വാങ്ങി. ഡ്രിങ്ക് ഫ്രീയാ, കോഫി, ടീ, പെപ്സി, ജ്യൂസ് എന്താണെങ്കിലും. ഇത് നമ്മൾ കോക്കനട്ട് വാട്ടർ വിത്ത് ലിച്ചി കുടിച്ചു നോക്കുന്നത്. അല്ല നല്ല സ്റ്റാഫും. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റിൽ ഞങ്ങൾ ഇറങ്ങുവാണ്. സോ എവിടെയാന്ന് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഡു കമന്റ്. സച്ച് എ ബ്യൂട്ടിഫുൾ വേ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ ഫ്ലൈറ്റ്. എന്തൊരു രസം നോക്ക്, അടിപൊളി. വഴിയാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഫ്ലൈറ്റ്സ് ഇഷ്ടം മാത്രം ഈ ടൈമിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ലാൻഡിങ് നേരെ മറ്റേ ഗേറ്റ് കിട്ടിയില്ല. അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുപോലെ നമ്മുടെ എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. അതുപോലെ റെനോവേഷൻ വർക്കും കുറേ നടക്കുന്നുണ്ട് ഇവിടെ. സൗകര്യം നോക്ക്, നേരെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി, അല്ല നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് കയറി ബസ് ഇറങ്ങി വന്ന് അവിടെ ഇരിക്കാൻ കുറച്ച് സ്ഥലം, നേരെ ലഗേജ് തൊട്ടടുത്ത് നമ്മുടെ അല്ല അത് കൂടെ തരാം. പ്രിയ നോക്ക്, ഈ ഡ്രസ്സ് എയർപോർട്ടിൽ ഒരു ഡിസൈനർ ഡ്രസ്സ് വെച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. സ്ഥലം പോലെ തന്നെ അതെ. അപ്പൊ അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി, സിംഗപ്പൂർ. അദ്രുനെ കാണാലോ. ആണോ വേദു? സിംഗപ്പൂർ ആണോ? ചുമ്മാ പറയാണേ. വേദു ഒരു ക്ലൂ തരും, അതിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്താണ്? അടുത്തത് അപ്പൊ ഇനി തുടങ്ങി, നാളെ തുടങ്ങി അടിപൊളി കളർഫുൾ വ്ളോഗ്സ് ആണ് വരാൻ പോകുന്നത്. ഒരു ഫെസ്റ്റീവ് ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടാൻ പോണേ. അപ്പൊ ഈ ഏരിയ മൊത്തം നമ്മൾ കവർ ചെയ്ത് അടിച്ചു പൊളിക്കും. ആൻഡ് നമ്മള് ഈ ഒരു സ്ഥലത്ത് നമ്മൾ ട്രാവൽ വിത്ത് ഓച്ച് വുമൻസ് ട്രിപ്പും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ ഇത് നിങ്ങൾ സീരീസ് ആയിട്ട് കണ്ടിന്യൂസ്ലി കണ്ട നമ്മൾ എവിടേക്കാ പോകുന്നത്, എന്തൊക്കെയാ കഴിക്കണേന്ന് ട്രാവൽ വിത്ത് ഓച്ച് സീരീസിൽ നിങ്ങൾക്ക് ഭാഗമാകാം. അതെ. അപ്പൊ നിങ്ങൾക്ക് അവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇതുപോലത്തെ ഹോട്ടൽസ് ആയിരിക്കില്ല കേട്ടോ. ഹോട്ടൽസ് ഇതുപോലെ ആയിരിക്കില്ല. പക്ഷെ എവിടേക്കാ നമ്മൾ പോകുന്നത് ഒരു റഫ് ഐറ്റിനറി കിട്ടും. ഓക്കെ. OHFന് OHF ആക്കിയ ഈ സ്ഥലത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. റാം റാം. അപ്പൊ അപ്പൊ നാളെ നമുക്ക് അടിപൊളി വ്ലോഗ് ആയിട്ട് കാണാം, കളർഫുൾ ആയിട്ട് കാണാം, പ്രിയയുടെ ഡിസൈനർ ഡ്രസ്സസ് ഇട്ട് കാണാം. പ്രിയ സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്ത ഇന്ത്യൻ ഡ്രസ്സസ് ആണ്. സോ അതൊക്കെ ആയിട്ട് നാളെ അടിപൊളി വ്ലോഗ് ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. റാം റാം.